താരത്തിന് 1500 കൊട്ടക്ക് കേട്ടോ. മുംബൈ സ്പോൺസർ പേര് കൈയടിച്ചെന്ന് സ്വീകരിക്കുക. അഖില കേരള വടംവലി മത്സരത്തിന്റെ മറ്റൊരു ഫൈനൽ മത്സരം. 35 ടീമുകൾ പങ്കെടുത്ത ഈ വടംവലി മത്സരത്തിലെ 2 ചാമ്പ്യൻ ടീമുകൾ തന്നെ വിശേഷിപ്പിക്കാം. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി അഖില കേരള വടംവലി മത്സര രംഗത്ത് നിന്ന് ഏറ്റവും അധികം സമ്മാന തുകകൾ വാരിക്കൂട്ടിയ 2 ടീമുകൾ. എറണാകുളത്തിന്റെ മുൻ ജില്ലാ ചാമ്പ്യന്മാര് കിങ്സ് പറവൂർ, രജിൻ പറവൂരും റനീഷും കൂട്ടരും മത്സരിക്കുന്നു. ചുവപ്പ് കറുപ്പ് കലർന്ന ജേഴ്സിയിലെ ടീം ഏഞ്ചലിന്റെ സ്പോൺസർഷിപ്പിൽ എതിർവശത്ത് പൊട്ടക്കൽ വർക്കിച്ചാച്ചൻ സ്പോൺസർ ചെയ്യുന്നു. ചലഞ്ചേഴ്സ് മറ്റക്കുഴി പുത്തൻകുരിശ് കോളഞ്ചേരിയിൽ എത്തിച്ചേരുന്ന ടീം. അഖില കേരള വടംവലി മത്സര രംഗത്ത് നിത്യേന ഫൈനൽ മത്സരങ്ങളിൽ മാത്രം മുഖാമുഖം ഏറ്റുമുട്ടുന്ന ചരിത്രമുള്ള 2 ടീമുകൾ. കായിക പ്രേമികളുടെ കയ്യിലിരിക്കുന്ന ക്യാമറ കണ്ണുകൾ തെളിയുന്നത് കണ്ടാൽ തന്നെ അറിയാം ഈ ടീമുകൾ ബലാബലം എത്ര സമയം വരെ മത്സരത്തിൽ മാറ്റുരച്ചിട്ടുണ്ട് എന്ന്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുവാൻ, ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിൽ മത്സരത്തിലേക്ക് സജീവമാകുവാൻ കഴിവുള്ള 15-20 മിനിറ്റ് സമയം വടത്തിൽ ലോഡ് ചെയ്ത് കിടക്കാൻ കഴിവുള്ള 14 ചാമ്പ്യൻ കായിക താരങ്ങളുമായിട്ട് ഒരു വശത്ത് ഏലിയാസ് മറ്റക്കുഴിയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്നു. ചലഞ്ചേഴ്സ് മറ്റക്കുഴി മറുവശത്ത് റജിൻ പറവൂരിന്റെ നേതൃത്വത്തിൽ കിങ്സും തമ്മിലുള്ള ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിൽ റിസൾട്ട് മാറിമറിയാവുന്ന ഒരു പോരാട്ടത്തിനാണ് ഏഞ്ചൽ കടക്കനാടിന്റെ തട്ടകം വേദിയാകുന്നത്. 4ാമത് അഖില കേരള വടംവലി മത്സരത്തിന്റെ ഏറ്റവും തീവാറുന്ന ഒരു മത്സരത്തിലേക്ക് വടംവലിച്ച് കയറുവാൻ 2 ടീമുകൾ. വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചേരും. പരാജയപ്പെട്ടാൽ അവിടെ എതിരാളിയെ കാത്ത് ബാസ്കോയിസ് വായിക്കരാൻ നിൽക്കുന്നു. വീണ്ടും ബാസ്കോയിസിനോട് ഏറ്റുമുട്ടുവാൻ മനസ്സില്ലാതെ കിങ്സ് ഒരു വശത്ത് മത്സരിക്കുമ്പോൾ ബാസ്കോയിസിന്റെ മുന്നിലേക്ക് ചെല്ലാൻ കഴിയാതെ എതിർവശത്ത് വീണ്ടും ചലഞ്ചേഴ്സ് മറ്റക്കുഴി ഒരു വിജയം തേടി മത്സരിച്ച് കയറുന്നു. കൈയടിച്ച് തന്നെ സ്വീകരിക്കുക 2 ചാമ്പ്യൻ കോച്ചുമാരുടെ നേതൃത്വത്തിൽ. ഒരു വശത്ത് കഴിഞ്ഞ ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ ടീം മാനേജറായിട്ട് പഞ്ചാബിലേക്ക് യാത്ര തിരിച്ച ലക്ഷ്മണന്റെ ശിക്ഷണത്തില് ചലഞ്ചേഴ്സ് മറ്റക്കുഴി, മറുവശത്ത് കിങ്സ് പറവൂരും തമ്മിലുള്ള മറ്റൊരു ചാമ്പ്യൻ പോരാട്ടത്തിന് വേദി ഉണരുന്ന കാഴ്ച ഫേസ്ബുക്കുകളും യൂട്യൂബുകളും തുറന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരു ടീമും പരാജയപ്പെടാൻ മനസ്സില്ല. ലോകം മുഴുവനുള്ള കായിക പ്രേമികളുടെ മനസ്സിലിടം നേടിയ 14 താരങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിന്റെ ചാമ്പ്യൻ പട്ടം 25,000 ഒരു മൂലിക്കുട്ടനും കരസ്ഥമാക്കി എറണാകുളത്തിന്റെ തട്ടകത്തിലേക്ക് പോകുന്ന ടീമാണ് സാക്ഷാൽ ഫ്രാൻസ് എടപ്പാളിനെ മലപ്പുറം ജില്ലയിൽ ചെന്ന് പരാജയപ്പെടുത്തി എറണാകുളത്തേക്ക് പോകുന്ന കിങ്സ് ഒരു വശത്ത്. കിങ്സിന്റെ സ്വന്തം തട്ടകം പറവൂരിൽ നിന്ന് ചാമ്പ്യൻ പട്ടവുമായി പുത്തൻകുരിശിലേക്ക് പോകുന്ന ചലഞ്ചേഴ്സ് മറ്റക്കുഴി. സനു തോമസും ജോൺസൺ മത്തായിയും ജിബിയും സംഘവും മത്സരിക്കുന്ന മറുവശം. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. വീണ്ടും ചലഞ്ചേഴ്സ് മുന്നോട്ട്. കിങ്സ് പറവൂർ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു. 16 സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് 35 ചാമ്പ്യൻ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏഞ്ചൽ കടക്കനാട് എഴുതിച്ചെടുക്കുന്ന 4ാമത് അഖില കേരള വടംവലി മത്സരത്തിന്റെ ഈ ടാർ റോഡിനെ തീപിടിപ്പിക്കുന്ന ഒരു മത്സരത്തിലേക്ക് ഇരു ടീമുകളും വടംവലിച്ചു കയറുന്നു. കയ്യടിച്ചത് സ്വീകരിക്കുക. ആവേശകരമായ ഒരു പോരാട്ടം. ഏത് നിമിഷവും മാറിമറിയാവുന്ന റിസൾട്ട്. തനി കോട്ടയം ശൈലിയിലെ ഒരു ഇഞ്ചുകൾക്ക് വ്യത്യാസത്തിൽ മത്സരത്തിൽ എതിരാളിയുടെ ലൂസ് പിടിച്ചു മുറുക്കിക്കൊണ്ട് അവസാന 10 അടിയിലേക്ക് നടന്നെടുക്കുന്നു കിങ്സ് പറവൂർ. തനി പാവൂർ ശൈലിയിൽ മത്സരിക്കുന്ന ചലഞ്ചേഴ്സ് മറ്റക്കുഴി മറുവശം നിന്നുകൊണ്ട് കയറിയിരിക്കുന്നു. കിട്ടുന്ന എതിരാളിയുടെ വീഴ്ച ലൈനിലേക്ക് ചലഞ്ചേഴ്സ് നഷ്ടപ്പെട്ടതിനായിട്ട് മത്സരത്തിൽ സജീവമാണ്. കായിക പ്രേമികളെ ആവേശത്തിനായിരിക്കുന്ന ഒരു മത്സരം. സമയം മുന്നോട്ട് മത്സരവേദി വേർതിരിക്കുന്നു. ഏത് നിമിഷവും മാറിമറിയാം. 14 താരങ്ങൾക്കും താഴെയിറങ്ങുന്നു. ആർക്ക് വേണമെങ്കിലും മുന്നോട്ടോ, ആര് വേണമെങ്കിലും പരാജയപ്പെടാവുന്ന അവസാന മത്സരം കൈപ്പടിയിലേക്ക് കിങ്സ് പറവൂർ. കായികമാരില്ല പ്ലീസ്. സംഘാടകരെ കായിക പ്രേമികൾ അവിടെ മാറും.